എല്ലാവർക്കും നമസ്കാരം. അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഒരു വാഹനം കേരളത്തിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലെ അന്യ സംസ്ഥാന വാഹനങ്ങളെ നാം കാണാറുണ്ട്. അത്തരം വാഹനങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് താൽക്കാലികമായിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്നത് ഒരു മാസം വരേക്കും അത്തരത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രത്യേക നികുതിയോ ഫീസോ ഒന്നും അടയ്ക്കേണ്ടതില്ല. എന്നാൽ തുടർന്നും കുറച്ചു മാസങ്ങളോളം എന്തെങ്കിലും ജോലി സംബന്ധമായോ പഠനാവശ്യമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ കേരളത്തിൽ തുടർന്നും ഉപയോഗിക്കാണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ NOC എടുക്കാതെയും കേരളത്തിലെ രജിസ്ട്രേഷനാക്കി മാറ്റാതെയും കേരളത്തിലെ ലൈഫ് ടൈം ടാക്സിലെ 15-ലൊരു ഭാഗം നികുതിയായി അടച്ചുകൊണ്ട് ഒരു വർഷം വരെ നമുക്ക് ആ വാഹനം കേരളത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അന്യ സംസ്ഥാനത്ത് നിന്ന് NOC എടുത്തുകൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാനായി സാധിക്കുക. അത്തരത്തിൽ NOC എടുത്തുകൊണ്ടുവരുന്ന ഒരു വാഹനം 14 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ റോഡ് നികുതി അടച്ചിരിക്കണം. മാത്രമല്ല NOC എടുത്ത് ഒരു മാസത്തിനുള്ളിൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. NOC എടുത്ത് ഒരു മാസത്തിന് ശേഷമാണ് പ്രസ്തുത വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ മോട്ടോർ സൈക്കിളിന് 300 രൂപയും മറ്റു വാഹനങ്ങൾക്ക് 500 രൂപയും ഓരോ മാസത്തേക്കും ലേറ്റ് ഫീ ഇനത്തിൽ അടയ്ക്കേണ്ടി വരുന്നതാണ്. ഇങ്ങനെ NOC എടുത്തു വരുന്ന ഒരു പ്രൈവറ്റ് വാഹനത്തിന്റെ ഒറിജിനൽ എക്സ്-ഷോറൂം പ്രൈസും വാഹനത്തിന്റെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ മുതൽ ഡേറ്റ് ഓഫ് NOC വരെ എത്ര കംപ്ലീറ്റഡ് ഇയർ ഉണ്ട് എന്നതിനെയും ആസ്പദമാക്കിയാണ് കേരളത്തിലെ റോഡ് നികുതി കണക്കാക്കുന്നത്. അതിന്റെ ചെറിയൊരു മോഡൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അന്യ സംസ്ഥാനത്ത് അടച്ച ലൈഫ് ടൈം ടാക്സിലെ ബാലൻസ് ലഭിക്കുന്നതിനായി ഒറിജിനൽ RTO ഓഫീസിൽ റീഫണ്ടിനായി അപേക്ഷിക്കാവുന്നതാണ്. 15 വർഷം കഴിഞ്ഞ ഒരു വാഹനമാണ് NOC എടുത്ത് കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ വരുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ 5 വർഷത്തെ നികുതി മാത്രം അടച്ചാൽ മതിയാകും. കേരളത്തിൽ പ്രസ്തുത വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സുകൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്ന ഡോക്യുമെന്റ്സിനോട് കൂടെ വാഹനം ആരുടെ പേരിലേക്കാണോ മാറുന്നത് പ്രസ്തുത വ്യക്തി RTO അല്ലെങ്കിൽ ജോയിന്റ് RTOയുടെ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫീസ്, ടാക്സ് എന്നിവ അടച്ച് വാഹനം പരിശോധനയ്ക്ക് ഹാജരാക്കണം. ഫാൻസി നമ്പർ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാഹനം പരിശോധനയ്ക്ക് ഹാജരാക്കുന്നതിനേക്കാൾ മുമ്പ് ഫാൻസി നമ്പർ ബുക്ക് ചെയ്യേണ്ടതാണ്. വാഹന പരിശോധന കഴിഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ നമ്പർ അലോട്ട് ചെയ്തു തരുന്നതായിരിക്കും. 14/19 ശേഷമുള്ള വാഹനമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ HSRP നമ്പർ പ്ലേറ്റ് നിർബന്ധമാണ്. കേരളത്തിൽ അതേ വാഹനത്തിന്റെ ഷോറൂമുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ HSRP നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ചു തരുന്നതായിരിക്കും. അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഒരു ട്രാൻസ്പോർട്ട് വാഹനം